2004 10ാം ക്ലാസ് റിസൾട്ട് വന്നപ്പോൾ അവന്റെ സ്കൂളിൽ അവൻ മാത്രം തോറ്റു. കൂട്ടുകാരുടെയും വീട്ടുകാരുടെയും നാട്ടുകാരുടെയും മുമ്പിൽ തല കുനിച്ചു നിന്ന ആ ദിവസം തന്നെ മനസ്സിൽ പലതും ആണിയടിച്ചുറപ്പിച്ചിരുന്നു. പഠനം തുടർന്ന് ITI പാസ്സായി. തോൽക്കാൻ മനസ്സില്ലാത്ത വണ്ടിഭ്രാന്തന്റെ മനസ്സ് ഗ്രാവിറ്റിയെ തോൽപ്പിച്ച അപ്പൂപ്പൻ താടി കണക്ക് വാഹനങ്ങളുടെ ആത്മാവിനെ തേടി അലഞ്ഞു. കൂട്ടുകാരോ നാട്ടുകാരോ അറിയാതെ അമ്പലമുക്കിലെ ഒരു ഉൾപ്രദേശത്തെ വർക്ക്ഷോപ്പിൽ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലിക്ക് പോകുന്ന മട്ടിൽ ചെന്ന് ജോലി ചെയ്തു. അവിടെ വെച്ചവൻ വാഹനങ്ങളുടെ അനാട്ടമി പഠിച്ചു. വാഹനം പെയിന്റ് അടിച്ച് മോഡിഫൈ ചെയ്യുന്നതിൽ അവൻ വിദഗ്ധനായി. വീടിന് പുറത്തെ സ്റ്റെയർ കേസിനടിയിൽ വെച്ച് കൂട്ടുകാരുടെയും പരിചയക്കാരുടെയും ബൈക്കുകൾ പെയിന്റ് അടിച്ച് ആൾട്ടർ ചെയ്തു. നാട്ടിൽ കൂട്ടുകാരന്റെ സ്ഥലം വാടകയ്ക്കെടുത്ത് ഒരു പെയിന്റിംഗ് വർക്ക്ഷോപ്പ് സെറ്റ് ചെയ്തു. നാട്ടിൻ പുറത്ത് ഇതൊന്നും വിജയിക്കില്ലെന്ന് പറഞ്ഞ് തളർത്താനും തുരങ്കം വെക്കാനും പലരും ശ്രമിച്ചു. തളരുമ്പോൾ തനിച്ചായിരുന്നവന് തളിർക്കുമ്പോൾ ഒരു താങ്ങിന്റെയും ആവശ്യമില്ലായിരുന്നു. 8 വർഷങ്ങൾക്ക് ഇപ്പുറം ആ വർക്ക്ഷോപ്പിനടുത്തുള്ള സ്ഥലം വാങ്ങി